സംസ്ഥാന സർക്കാരിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കൊരുങ്ങി ഡോക്ടർ ബി അശോക് IAS. ഫണ്ട് വിനിയോഗത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നെന്നാണ് ആരോപണം. കിഫ്ബി ഇടപാടിൽ മസാല ബോണ്ടിലെ ചട്ടലംഘനത്തിന് കുടപിടിച്ചവരെ വരും ദിവസങ്ങളിൽ തുറന്നുകാട്ടുമെന്നും ബി അശോക് പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ് കുമാർ, ബി അശോക് ഇനിയും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന നിലയിലേക്കാണല്ലോ നീങ്ങുന്നത്. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില സൂചനകൾ വരികയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബി അശോക് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതായത് തൽക്കാലം ഭയക്കേണ്ടതില്ല, സസ്പെൻഷൻ ഓർഡർ മേശപ്പുറത്ത് നിൽക്കട്ടെ, ഇനി സർക്കാർ മാറി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്നേരം പരിഗണിക്കും, ആ രീതിയിൽ ഒരു പരിഗണന ലഭിക്കും എന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി തുറന്നടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതായിരുന്നു ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം സംസാരിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. കിഫ്ബിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകൾ, KM എബ്രഹാമിനെതിരെയുള്ള നീക്കങ്ങൾ, അദ്ദേഹം KM എബ്രഹാമാണ് യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറിയെ പോലും നിശ്ചയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ EK നായനാരും VS അച്യുതാനന്ദനും എല്ലാം തന്നെ മുഖ്യമന്ത്രിയായി നമ്മൾ കണ്ടതാണ്. ഇത്രത്തോളം സ്തുതിപാഠകർ അവർക്കില്ലായിരുന്നു. ഇത് വാഴ്ത്തുപാട്ട് നടത്തുന്നവരെ മാത്രം നിലനിർത്തുകയാണ്. ഒപ്പം തന്നെ IASലെ ഒരു ലോബി ഈ വീണ്ടും തുടർഭരണത്തിന് വേണ്ടി നീക്കങ്ങൾ നടത്തുന്ന പോലുള്ള രൂക്ഷമായ വിമർശനം തന്നെയായിരുന്നു അദ്ദേഹം ഇന്നലെ ഉന്നയിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തട്ടിപ്പുകൾ സംബന്ധിച്ച് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദിലീപ് കുമാർ, കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കൊരുങ്ങുകയാണ് ഡോക്ടർ ബി അശോക് IAS. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് വിനേഷ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.